അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട പുതിയൊരു പാഠഭാഗത്തിലേക്ക്, പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ ഹജ്ജ് നിർബന്ധമാകുന്നതിൻ്റെ ഷർത്തുകൾ, ഹജ്ജിൻ്റെ ഫർളുകൾ അഥവാ റുക്നുകൾ, ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, ഹജ്ജിൻ്റെ സുന്നത്തുകൾ, ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ലാത്ത കാര്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഏകദേശം. അപ്രകാരം തന്നെ ചില കർമ്മങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കപ്പെട്ടു. ഇന്ന് ഹജ്ജിൻ്റെ 3 രൂപങ്ങളെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് കർമ്മം 3 രൂപത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ രൂപം ഹജ്ജ് തമത്തു എന്നാണ്, രണ്ടാമത്തെ രൂപം ഹജ്ജ് ഖിറാൻ എന്നാണ്, മൂന്നാമത്തെ രൂപം ഹജ്ജ് ഇഫ്രാദ് എന്നാണ്. തമത്തുആയ ഹജ്ജും ഖിറാനായ ഹജ്ജും ഇഫ്രാദായ ഹജ്ജും ഏത് രൂപത്തിലുള്ള ഹജ്ജ് നിർവഹിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ ആ ഹജ്ജ് സ്വീകാര്യമാകുന്നതാണ്. ഇവയിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നു, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് തമത്തുഇന്റെ ഹജ്ജാണ്, അതുകൊണ്ട് തമത്തുആണ് ഏറ്റവും ശ്രേഷ്ഠമെന്നത്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു, അതല്ല, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഹജ്ജ് ഖിറാനാണ്, അതുകൊണ്ട് ഖിറാനാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു, സ്വഹാബികളിൽ അധിക ആളുകളും പാവങ്ങളാണ്, അവർ അധികം ആളുകളും ചെയ്തത് ഹജ്ജ് ഇഫ്രാദാണ്, അതുകൊണ്ട് ഇഫ്രാദാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് തമത്തുഇന്റെ ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. എന്താണ് തമത്തുഇന്റെ ഹജ്ജിന്റെ രൂപം? തമത്തു എന്നാൽ ആസ്വദിക്കുക, സുഖിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ വാക്കർത്ഥം. എന്നാൽ തമത്തുആയ ഹജ്ജിന്റെ രൂപം ഇപ്രകാരമാണ്. തമത്തുആയ ഹജ്ജിൽ ആദ്യം ഉംറ നിർവഹിച്ച് ഇഹ്റാമിൽ നിന്നും ഒഴിവാവുകയും പിന്നീട് ഹജ്ജിന് വേണ്ടി വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യും. അഥവാ ആദ്യം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് ഉംറയുടെ മാത്രം ഇഹ്റാമാണ്. അത് ഷവ്വാൽ മാസത്തിലാകാം, ദുൽഖഅദ മാസത്തിലാകാം, ദുൽഹജ്ജ് മാസത്തിന്റെ ആരംഭത്തിലാകാം. അങ്ങനെ ഉംറയിൽ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം തഹല്ലുലായി, പൂർണ്ണമായിട്ടും തഹല്ലുലായതിനു ശേഷം വീണ്ടും ദുൽഹിജ്ജ 8-ാം തീയതി യൗമു തർവിയ ദിവസം ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇതിനാണ് തമത്തുആയ ഹജ്ജ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തമത്തുആയ ഹജ്ജ് ചെയ്യുന്നതിൽ ഒരല്പം ആശ്വാസമുണ്ട്. കാരണം ഉംറ നിർവഹിച്ച് നമുക്ക് വീണ്ടും ഇഹ്റാം ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇഹ്റാമിൽ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വസ്ത്രം ധരിക്കുകയും നമ്മുടെ സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യാം. പിന്നീട് ദുൽഹജ്ജ് 8-ന്റെ അന്ന് ഹജ്ജിന്റെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ മതി. പക്ഷേ ഈ തമത്തുആയ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ അറവ് നിർവഹിക്കൽ നിർബന്ധമാണ്. അറവ് നിർവഹിക്കാൻ സാധിക്കാത്ത പക്ഷം 10 നോമ്പനുഷ്ഠിക്കണം. മക്കത്ത് വെച്ച് 3-ഉം നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ 7-ഉം. ഇങ്ങനെ 10 നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അറവ് നടത്തിയില്ലെങ്കിലും സാരമില്ല. ഇനി ഖിറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജും ഉംറയും കൂട്ടിക്കലർത്തി ചെയ്യുക. അഥവാ ഹജ്ജിന് തവാഫും സഅയുമുണ്ട്, അപ്രകാരം തന്നെ ഉംറക്കും തവാഫും സഅയുമുണ്ട്. ഹജ്ജിന്റെയും ഉംറയുടെയും ഇഹ്റാമിൽ ഒന്നിച്ച് പ്രവേശിക്കുക. എന്നിട്ട് ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു മാറ്റാതെ ഇഹ്റാമിന്റെ അതേ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടി ഹജ്ജ് പൂർത്തിയാകുന്നവരെ നിലനിൽക്കുക. ഇതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. ഖിറാനിന്റെ ഹജ്ജ് നിർവഹിക്കുന്ന ആൾക്ക് ഒരു സഅയ് ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. ഉംറയുടെയും ഹജ്ജിന്റെയും സഅയ് വേറെ വേറെ ചെയ്യണമെന്നില്ല. അപ്രകാരം ഖിറാനിന്റെ രൂപം സ്വീകരിക്കുന്ന ആളും അറവ് നടത്തൽ നിർബന്ധമാണ്. അറവ് നടത്താൻ സാധിക്കാത്ത പക്ഷം 10 നോമ്പനുഷ്ഠിക്കണം. മക്കയിൽ 3 നോമ്പ്, നാട്ടിൽ ചെന്നതിന് ശേഷം ബാക്കി 7 നോമ്പ് പൂർത്തീകരിക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാനിന്റെ ഹജ്ജ് ചെയ്യാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഖിറാനിന്റെ ഹജ്ജ് ഷവ്വാലിലോ ദുൽഖഅദയിലോ ആരംഭിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് മാസം തുടങ്ങി ആ ഹജ്ജിന്റെ കർമ്മം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് വരെ ഇഹ്റാമിൽ തന്നെ കഴിഞ്ഞുകൂടണം എന്ന ഒരു നിബന്ധന പ്രത്യേകം ഓരോരുത്തരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഹജ്ജ് മാത്രമാണ്, ഇഫ്രാദിന്റെ ഹജ്ജ്. അധിക സ്വഹാബികളും അതായിരുന്നു ചെയ്തിരുന്നത്. കാരണം ആ ഹജ്ജിന് അറുത്തു കൊടുക്കൽ നിർബന്ധമില്ല. ഓരോന്നിനും പ്രത്യേകമാണ് നിയത്ത്. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് തമത്തുഇന്റെ ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, അങ്ങനെയാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്. ആദ്യം ഉംറ, ഇല്ലെങ്കിൽ യൗമു തർവിയ ദുൽഹജ്ജ് 8-ന്റെ അന്നാണ് ഹജ്ജിന്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്നാൽ ഖിറാനിൽ അപ്രകാരമല്ല. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ മുഖാരിനൻ ബിഹാ ഇലൽ ഹജ്ജ്,
അങ്ങനെയാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്. ഞാൻ ഉംറ നിർവഹിക്കുന്നു, അതോടൊപ്പം ഞാൻ ഖിറാനും കൂടി ചെയ്യുന്നു എന്ന നിലയിൽ. ഇഫ്രാദിന്റെ ആണെങ്കിൽ ഹജ്ജ് മാത്രമാണല്ലോ, അതിൽ ഉംറ ഇല്ലാത്തത് കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകുന്നതാണ്. ഈ 3 ഹജ്ജ് കർമ്മങ്ങൾക്കും പ്രത്യേകം നിയത്താണ് കരുതേണ്ടത്. നിയത്ത് മനസ്സിലാണ് കരുതേണ്ടത്. അതോടൊപ്പം തന്നെ ഹജ്ജിന്റെ പ്രഖ്യാപനവും നടത്തണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, ശേഷം എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഉണ്ടായി ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം ആ ഹജ്ജ് നിർവഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ അടുത്ത വർഷം നിർവഹിക്കൽ പ്രയാസമായി കഴിഞ്ഞാൽ നാം പാപികളായിത്തീരും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നിയത്ത് കരുതുമ്പോൾ ഇപ്രകാരം കൂടി നിയത്തിൽ കരുതുക, ഫഇൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസനി. എനിക്ക് എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആ പ്രതിബന്ധം ഉണ്ടാകുന്ന സ്ഥാനത്ത് തഹല്ലുലാകും എന്നുകൂടി നമ്മുടെ നിയത്തിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ തഹല്ലുലാകുന്നതോടുകൂടി ആ വർഷം നമുക്ക് ഹജ്ജ് പ്രതിബന്ധമായി ഹജ്ജ് നഷ്ടപ്പെട്ടു, തൊട്ടടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യൽ നമുക്ക് നിർബന്ധമാകുന്നില്ല, നാം പാപിയായി തീരുന്നില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ 3 രൂപങ്ങളാണ് ഹജ്ജിനുള്ളത്. നാം ഓരോരുത്തരും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തമത്തു തന്നെ ഹദിയയോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ട് എങ്കിൽ ഏറ്റവും താഴ്ന്ന രീതിയിൽ വെറും ഹജ്ജ് മാത്രം നിർവഹിക്കാം. ഏത് രൂപത്തിലുള്ള ഹജ്ജായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ തന്റെ ഹജ്ജ് നിർവഹിക്കപ്പെട്ടതായിട്ട് സ്വീകാര്യമാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സ്വീകാര്യമായ ഒരു ഹാജിയായി മാറുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.